അസ്സലാമു അലൈക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളിലേക്കുള്ള യാത്രയാണ്. രാവിലെ കുഞ്ഞിപ്പിള്ളേരെ സ്കൂൾ തുറക്കുന്ന ദിവസമല്ലേ, അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ഈസ, യൂസഫ്, നൂഹ്, ആദം ആണ് കൊച്ചുമക്കൾ. ഇളയ മോനെ ഞാനും മക്കളും കൂടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പോയില്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്കൂളിൽ എത്താറായിരിക്കുകയാണ്. നമ്മുടെ അടുത്തായിട്ടൊക്കെ സ്കൂൾ അതിനകത്താണ്, മൗണ്ട് കാർമൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളാണ് അങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് എത്താറായി. നല്ല സ്ഥലങ്ങളാണ്. ആറ്റിൻ്റെ അവിടെയാണ്, ആറാണ്. സ്കൂളിൻ്റെ അടുത്തായിട്ട് ആറാണുള്ളത്. നമ്മൾ ആറൊക്കെ പിന്നെ ഒരു ദിവസം കാണിച്ച് തരാം. ഇപ്പോൾ സ്കൂളിലോട്ടാണ് പോകുന്നത്. ആ ഭാഗത്ത് ആറുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ സ്കൂളാ കാണുന്നതാണ് സ്കൂള്. പക്ഷെ അവിടെ വെച്ചല്ല, ഇവർ പഠിക്കുന്ന ഇവിടാണ്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഇതാണ് മെയിൻ സ്കൂള്. പിന്നെ നമുക്ക് ഈ സംസാരിക്കാത്ത അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ പഠിക്കുന്ന സ്ഥലമുണ്ട്. ബി.എഡിൻ്റെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു സ്കൂളാണിത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളങ്ങോട്ട് പോകുവാണ്. അപ്പുറത്താണെന്ന്. അപ്പം കുഞ്ഞുങ്ങളുടെ ആൻറ്റി വന്ന് പറയുകയാണ് ഇവിടെ വെച്ചല്ല, അപ്പുറത്തെ സ്കൂളിൽ വെച്ചാണെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. മക്കളും പിള്ളേരും ഇറങ്ങി അങ്ങോട്ട് പോയി. അപ്പം ഞങ്ങളെ വിട്ടിട്ട് അവനും കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, ഇളയവൻ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ ചെന്ന്, പക്ഷേ ഇരിക്കാനൊന്നും ഒട്ടും സ്ഥലമൊന്നുമില്ലായിരുന്നു. അവിടെ ഒന്നും സ്ഥലമില്ലായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ ചെല്ലുന്നപ്പോഴത്തേക്കിനും അവിടെ എല്ലാവരും ഇരുന്ന് കസേരയൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങളവിടെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ പോയിട്ട് അവിടെയൊക്കെ ഇരിക്കുമായിരുന്നു. യൂസഫിൻ്റെ കൂട്ടുകാരനുമാണ് അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും ഇരിക്കാൻ സ്ഥലമില്ല. അതിൻ്റെ തൊട്ടടുത്തായിട്ട് പള്ളിയുണ്ട്. അപ്പോൾ പുതിയ ഫാദറൊക്കെ വന്നു. അപ്പോൾ അവരെ ഒന്ന് കാണാം, കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. നമ്മളെ തൊട്ടടുത്തായിട്ട് നല്ല പഠിപ്പിക്കുന്നതും ഫീസ് കുറവുള്ളതും ഒക്കെ ആയുള്ളൊരു സ്കൂൾ ഇതാണ്. പിന്നെ മക്കൾ ബസ് കയറിയൊക്കെ പോകണ്ടേ. കുറേ സ്കൂളുകൾ ദൂരത്തുണ്ട്. പിന്നെ അടുത്തൊക്കെ ഈ സ്കൂളാണ്. യൂസഫാണ്. അവനിപ്പോൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ്റെ കൂട്ടുകാരനാണ് ഷാരോണ്. ഭയങ്കര ഫ്രണ്ടാണ്. പിന്നെ ഇവരെല്ലാം അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയാണ്. ഇത് പിന്നെ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ അവിടെ +2 ഉണ്ട്, ബി.എഡ് ഉണ്ട്. അപ്പം നല്ല പഠിത്തമൊക്കെ അവിടെ, നല്ല സ്റ്റാൻഡേർഡാണ്. പിന്നെ അവിടെ ഉദ്ഘാടനമൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് SI ആണ് അവിടെ ഇന്നത്തെ ഉദ്ഘാടനം. പുതിയ ഫാദറാണ് ആയിരിക്കുന്നത്. പിന്നെ ടീച്ചേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു. പിന്നെ വെള്ളമൊക്കെ പോരാൻ നേരം വെള്ളവും മിഠായിയൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ച ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് എല്ലാം കഴിഞ്ഞത്. അച്ഛനെ പരിചയപ്പെടുത്തി തരുന്നതാണ് ആ കാണുന്നത്. പഴയ ഫാദർ നല്ലൊരു ഫാദറായിരുന്നു. നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും. ഈ ഫാദർ എന്താണെന്ന് നമുക്കിനി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഓരോ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴല്ലേ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ബെറ്ററായിട്ട് തോന്നിയത് ഈ ഒരു സ്കൂള് ആയിട്ടാണ്. പിന്നെ അടുത്തൊന്നും നമുക്ക് നല്ലൊരു സ്കൂളുകളൊന്നും വേറെ ഇല്ല. പിന്നെ ഒരുപാട് കുട്ടികൾ തിങ്ങി പഠിക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ മെയിൻ റോഡില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊന്നും അങ്ങനെ വിടാൻ പറ്റത്തില്ല. മെയിൻ റോഡിൻ്റെ അവിടോട്ടൊന്നും വിടാൻ പറ്റത്തില്ല. എല്ലായിടത്തും നല്ല വൃക്ഷങ്ങൾ, മാവ്, പ്ലാവ് എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലെ വൃക്ഷങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ച് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു അന്തരീക്ഷവും നല്ല രസമുണ്ട് കാണാൻ. അതൊക്കെ ഞങ്ങൾ അവിടെ കുറേ സമയം അവിടെയൊക്കെ ഇരിക്കുകയായിരുന്നു. നല്ല കാറ്റുണ്ട്.
അതിൻ്റെ തൊട്ട് പുറകിലാണ് ആറ്. പള്ളിക്കും പുറകിലായിട്ടൊക്കെ വരും ആറ്. ആ ആറാണ് നമ്മുടെ വീടിൻ്റെ അടുത്തൂടെ ഒഴുകുന്നുണ്ട്. നമ്മുടെ കുറച്ചപ്പുറത്തോട്ട് മാറി ആറ് ഒഴുകുന്നുണ്ട്, ഏനാറ്.